പ്രേക്ഷകർ കാത്തിരിക്കുന്ന ദൃശ്യം 3 ഏപ്രിൽ 2-നെത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആ തീയതി ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ തുടർന്നുവരുന്ന സംഘർഷങ്ങൾ കാരണം പല മലയാള സിനിമകളും റിലീസ് നീട്ടുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മലയാള സിനിമകളുടെ ഗൾഫ് റിലീസിനെ ബാധിക്കുമെന്നതാണ് കാരണമായി പറയപ്പെട്ടിരുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ദൃശ്യം 3യുടെയും റിലീസ് നീട്ടിയിരിക്കുന്നത്. നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് തന്നെയാണ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചത്. പിന്നാലെ മോഹൻലാലും പോസ്റ്റുമായി എത്തി. ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതിയും ഒരു പോസ്റ്ററിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ആ ദിനത്തിന് ഒരു പ്രത്യേകതയുമുണ്ട് എന്നതാണ് കൗതുകം. മെയ് 21, നമ്മുടെ ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ ജയസൂര്യ ഷാജി പാപ്പനായി എത്തിയ ആട് 3 പറഞ്ഞ സമയത്ത് തന്നെ റിലീസിനെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ദൃശ്യത്തിന്റെ 3ാം ഭാഗത്തിനും കുഴപ്പമൊന്നും വരില്ല എന്നാണ് ആരാധകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നത്. എന്നാൽ റിലീസ് തീയതി ഒരു മാസത്തിനു മേലെ നീട്ടിയതിൽ ആരാധകർക്ക് ചെറിയ നിരാശ ഉണ്ടെങ്കിലും തങ്ങളുടെ പ്രിയ താരത്തിന്റെ ജന്മദിനത്തിന്റെ അന്ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നത് അവർക്ക് ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു. ഭൂതകാലം ഒരിക്കലും നിശബ്ദമാകുന്നില്ല, അത് കാത്തിരിക്കുക മാത്രം ചെയ്യുന്നുവെന്നാണ് റിലീസ് തീയതി നീട്ടിക്കൊണ്ടുള്ള പോസ്റ്ററിനൊപ്പം പങ്കുവയ്ക്കപ്പെട്ട വാചകം. ആദ്യ ഭാഗം പോലെയോ 2ാം ഭാഗം പോലെയോ അല്ല ദൃശ്യം 3 എന്നാണ് സംവിധായകൻ ജീത്തു ജോസഫ് ഒരു അഭിമുഖത്തിൽ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത്. ജോർജ് കുട്ടിയുടെ ഇമോഷനുകളിൽ കൂടിയാണ് 3ാം ഭാഗത്തിൽ കഥ സഞ്ചരിക്കുന്നത്. ഒരു ജഗപുക പ്രതീക്ഷിച്ച് തിയേറ്ററുകളിലേക്ക് എത്തരുതെന്ന് സംവിധായകൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജീത്തു ജോസഫ് തന്റെ മുൻ ചിത്രങ്ങളിൽ സെറ്റ് ചെയ്തു വെച്ച ഒരു ബെഞ്ച് മാർക്കുണ്ട്. അതുതന്നെ പലപ്പോഴും പ്രേക്ഷകരിൽ അദ്ദേഹത്തിന്റെ സിനിമകളോട് ഒരു ഹൈ എക്സ്പെക്ടേഷന് കാരണമാകുന്നുണ്ട്. ഈ ഹൈപ്പ് ദൃശ്യം 3യെ ബാധിക്കുമോ എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. മുൻവിധികളില്ലാതെ വന്ന് സിനിമ കാണുക എന്ന് സംവിധായകൻ അതിനാൽ തന്നെ എടുത്തു പറയുന്നു. അടുത്ത മാസം 2ാം തീയതി മുതൽ എന്തായാലും ഇനി ദൃശ്യം 3 കാണാം എന്നത് നടക്കില്ല. വിഷുവിന് മുൻപ് ജോർജ് കുട്ടി ഏതായാലും എത്തുകയുമില്ല. വിഷുവിട്ട് നമ്മുടെ ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ ആഘോഷമാക്കാൻ ജോർജ് കുട്ടിയും കുടുംബവും എത്തുകയും ചെയ്യും.